ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പറ്റി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് NIA റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം പട്യാല കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ദക്ഷിണ ഭാരതത്തിൽ നിന്നും അടർത്തിയെടുക്കുവാനുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ആയുധ പരിശീലനത്തിനുൾപ്പെടെ ഭീകരന്മാരെ അയച്ചു. സിറിയയിലും മറ്റും പോയി ജിഹാദിനായുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്തണം എന്ന് പഠിച്ച ഭീകരരാണ് പോപ്പുലർ ഫ്രണ്ടിനായി ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നന്ദഗോപനാണ് നൽകുന്നത്. നന്ദൻ, ഈ ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതായ ധാരാളം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ സിറിയയിലേക്കുൾപ്പെടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരന്മാർ പോയി അവിടെ ആയുധ പരിശീലനം നേടിയ ശേഷം അവർ തിരിച്ച് ഇന്ത്യയിൽ വന്നു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇത്തരം എത്രത്തോളം വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് NIA റിപ്പോർട്ടിനകത്ത് പറയുന്നത്? ഗൗതം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ പട്യാല കോടതിയിൽ, ഡൽഹിയിലെ പട്യാല കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കിടെയാണ് NIAയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതായത് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 20ഓളം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പരിശീലനത്തിനായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. IS ഭീകരരുമായി ചേർന്നായിരുന്നു ഇവർ പരിശീലനം നടത്തിയത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പരിശീലനം കഴിഞ്ഞ് തിരികെ ഭാരതത്തിൽ ഈ ഭീകരവാദികൾ അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ച് ഇത്തരം മറ്റ് ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ അത്തരം ആശയം യോജിച്ച് നിൽക്കുന്നവർ പരിശീലനം നൽകുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ആയുധമെടുത്ത് പോരാടുവാൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഈ RSSന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതാക്കളുടെ പട്ടിക, ഇവരെ ആക്രമിക്കുവാൻ വേണ്ടിയുള്ളവരുടെ പട്ടിക ഇവർ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ടവരെ വധിക്കുക എന്നുള്ളതായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴേക്കും ദേശീയ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുകയും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തന്നെ നിരോധിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുതിർന്ന നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ അഴിക്കുള്ളിലേക്കായിട്ടുള്ളത്. രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ഒക്കെ തന്നെയുള്ള നേതാക്കൾ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതേസമയം സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രണ്ടാം നിരയിലും മൂന്നാം നിരയിലുമുള്ളയൊക്കെ നേതാക്കൾ അവർ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുകൊണ്ട് IS ആശയത്തോട് യോജിച്ച് നിന്നുകൊണ്ട് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങൾ ഭാരതത്തെ സായുധ പോരാട്ടത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രമാക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല ഇവർ ഒരു കട്ടിംഗ് സൗത്ത്, ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടി ഇവർ തയ്യാറെടുത്തിരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും കാലത്ത് പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തെ വിഭജിക്കുക, ദക്ഷിണേന്ത്യയെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക, കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും ഒക്കെ അടങ്ങുന്ന ദക്ഷിണേന്ത്യയെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണേന്ത്യയിലായിരുന്നു ഇവരുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോയത്. ഇപ്പോഴും സ്ലീപ്പർ സെൽ സജീവമായി പ്രവർത്തിക്കുന്നത് ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട IS ആശയങ്ങളോടും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്ര ആശയങ്ങളോടും യോജിച്ച് അവരെ കണ്ടെത്തുവാൻ വേണ്ടി സ്ലീപ്പർ സെൽ സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. അത്തരം സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരം ആൾക്കാരെ തേടുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇതിനെല്ലാം ഉപരി ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ, IS ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ, അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇപ്പോഴും ഈ വളരെ പ്രധാനമായി തന്നെ നിൽക്കുന്നു. അതിലുപരി സർക്കാർ സർവീസുകളിലടക്കം ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഓക്കെ നന്ദൻ, എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെ 2023 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുന്നത്. UAPA ചുമത്തിയുള്ള നിരോധനം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു കടലാസിലൊതുങ്ങുന്ന നിരോധനമായിരുന്നില്ല, മറിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ 1, 2, 3 നിരയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ, അവരുടെ നേതൃനിരയെ മുഴുവൻ ജയിലിലാക്കിക്കൊണ്ടുള്ള ഒരു നിരോധനമായിരുന്നു. അതിനാൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന് ഈ നിരോധനത്തിന് ശേഷം മറ്റൊരു പേരിൽ വളരെ പെട്ടെന്ന് സജീവമാകാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ വേരെ പൂർണ്ണമായി അറുത്തുകൊണ്ടുള്ള ഒരു നിരോധനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തി. അതിനാൽ തന്നെ ഇപ്പോൾ ഈ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുകയാണ്. അത് നമുക്കറിയാം, എല്ലാ ഭീകര സംഘടനകളുടെയും സ്ലീപ്പർ സെല്ലുകളുണ്ട്. അതിപ്പോൾ
PFIയുടെയും വളരെ സജീവമാണ്. അവർ പല സംഘടനകളിൽ തന്നെ ഉള്ളവരായിരിക്കാം. പകൽ സമയത്ത് CPMും കോൺഗ്രസും ഒക്കെ ആയിരിക്കാം. രാത്രിയായി കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ആകും. അത്തരം പ്രതിഭാസം നമ്മുടെ രാജ്യത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് NIA കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദഗോപനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.